പല ക്ലാസ്സുകളുടെയും വീഡിയോസിൻ്റെയും കമൻറ്റ് ബോക്സിൽ കാണുന്ന ഒരു കോമൺ ചോദ്യമാണ്, സർ ഇനിയും എക്സാമിനറിൻ്റെ ബാച്ചിൽ എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമോ? എക്സാമിനറുടെ +1 അല്ലെങ്കിൽ +2 ബാച്ചിൽ ഇനിയും ജോയിൻ ചെയ്ത് എനിക്ക് പഠനം ആരംഭിക്കാൻ പറ്റുമോ? സിമ്പിൾ ആൻസർ പറഞ്ഞുതരാം. തീർച്ചയായും നിങ്ങൾക്ക് ഇനിയും സാധിക്കും. എക്സാമിനറിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്ത് +2 +1 പഠനം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിക്കാൻ ഇനിയും സാധിക്കും. ജോയിൻ ചെയ്യാൻ വളരെ സിമ്പിളാണ്. താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ആഗ്രഹമുണ്ട് അവരോട് ചോദിക്കുക, എന്നിട്ട് ജോയിൻ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പഠിച്ചു തുടങ്ങാം. ഇനി ഷോർട്ട് ആൻസർ കഴിഞ്ഞു, ഈ ലോങ് ആൻസറിലേക്ക് വരാം. ഫസ്റ്റ് ചോദ്യം ഓരോരോ ചോദ്യങ്ങളായിട്ട് എടുക്കാം. ഫസ്റ്റ് ചോദ്യം, സാർ ഇനി എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും എന്തുകൊണ്ട് പറ്റില്ല? അപ്പം നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ഡൗട്ട് ഇതായിരിക്കും, സാർ ഞാൻ ഇപ്പോൾ ജോയിൻ ചെയ്താൽ കഴിഞ്ഞു പോയ ചാപ്റ്റേഴ്സൊക്കെ എനിക്ക് കിട്ടുമോ? തീർച്ചയായിട്ടും കിട്ടും. ഇതുവരെ കഴിഞ്ഞ എല്ലാ ലൈവ് ക്ലാസ്സുകളുടെയും ഫസ്റ്റ് ചാപ്റ്റർ മുതലുള്ള എല്ലാ ലൈവ് ക്ലാസ്സുകളുടെയും പ്രോപ്പർ ആയിട്ടുള്ള റെക്കോർഡ് ക്ലാസ് നമ്മുടെ ആപ്പിൽ നല്ല സ്ട്രക്ചേർഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ആ ക്ലാസ്സുകളുടെയൊക്കെ നോട്ട്സ് ഒക്കെ ഓൾറെഡി ഉണ്ട്. അപ്പം നിങ്ങൾ ഇപ്പോൾ ജോയിൻ ചെയ്താൽ ഫസ്റ്റ് ചാപ്റ്റർ മുതലുള്ള എല്ലാ ചാപ്റ്ററും കിട്ടുമോ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സുകളും കിട്ടും. ഒന്നും നിങ്ങൾ മിസ്സാക്കാൻ പോകുന്നില്ല. ആ കാര്യത്തിനുള്ള ഉത്തരമായി എന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം, ഹൂ ഷുഡ് ജോയിൻ? അതായത് നിങ്ങൾ ഈ വീഡിയോ കണ്ടിരിക്കുന്ന നിങ്ങൾ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? സിമ്പിളായിട്ടുള്ള ഉത്തരം വീണ്ടും തരാം. നിങ്ങളുടെ സ്കൂളിൽ ക്ലാസ്സൊക്കെ എടുക്കുന്നുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് നല്ലോണം മനസ്സിലാവുന്നുണ്ട്. സ്കൂളിലെ ക്ലാസ് കേട്ടിട്ട് തന്നെ നിങ്ങൾക്ക് സ്കൂളിലെ ടെസ്റ്റ് നടത്തുമ്പോൾ ഒക്കെ നല്ല മാർക്ക് കിട്ടുന്നുണ്ട്. എല്ലാത്തിനും നിങ്ങൾ ടോപ്പറാണ്, എല്ലാം നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. അങ്ങനെയൊക്കെ പഠിച്ചാൽ പരീക്ഷ ആകുമ്പോൾ നിങ്ങളുടെ ടാർഗറ്റ് സ്കോർ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുന്നതാണെങ്കിൽ ആ ഫുൾ മാർക്കിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിനറിൻ്റെ ബാച്ച് എന്നല്ല ആരുടെയും ബാച്ച് ആവശ്യമില്ല. പക്ഷേ എങ്കിൽ അങ്ങനെയല്ല സ്ഥിതി. ക്ലാസ്സുകളൊക്കെ മനസ്സിലാവുന്നുണ്ട്, മാർക്കൊക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ട്. എങ്കിലും ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടെങ്കിലേ എനിക്ക് ഫുൾ മാർക്കിലേക്കോ അല്ലെ ഒരു 98% മുകളിൽ എത്താൻ പറ്റുള്ളൂ, അല്ലെ അതും കൂടി ഉണ്ടെങ്കിൽ ഒരു കോൺഫിഡൻസ് കിട്ടും എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഇനി ആ കാറ്റഗറിയിലല്ല എല്ലാവരും വീഡിയോ ആണെന്ന് എനിക്കറിയാം. വേറൊരു കാറ്റഗറി ഉണ്ടാവും, സ്കൂളിലെ ക്ലാസ് മനസ്സിലാവുന്നില്ല, അല്ലെ ട്യൂഷനിലെ ക്ലാസ്സും മനസ്സിലാവുന്നില്ല, ഒന്നും മനസ്സിലാവുന്നില്ല, +1 +2 കയറി എന്നല്ലാണ്ട് എങ്ങോട്ടാണ് പോകുന്നതെന്നൊരു ധാരണയില്ല, ടെസ്റ്റ് നടക്കുമ്പോൾ മാർക്ക് കുറവാണ്. ഇങ്ങനത്തെ സാഹചര്യത്തിലാണ് നിങ്ങളെങ്കിലും നിങ്ങൾക്ക് എക്സാമിനറിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം നിങ്ങൾക്കായിരിക്കും ഏറ്റവും യൂസ്ഫുൾ. ഫ്രം സ്റ്റാർട്ടിങ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിച്ചെടുക്കാം. ഇത്രയും നിങ്ങൾ ആലോചിക്കേണ്ടതുള്ളൂ. എക്സാമിനറുടെ ക്ലാസ്സൊക്കെ നിങ്ങൾ യൂട്യൂബിലൊക്കെ ഓൾറെഡി കണ്ടിട്ടുണ്ട്, ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവർ. അപ്പോൾ ആ ക്ലാസ്സൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. തീർച്ചയായിട്ടും അതിന് നന്നായിട്ട് നിങ്ങൾക്ക് ബാച്ചിലെ ക്ലാസ് മനസ്സിലാവും. കാരണം കൂടുതൽ ഇലാബറേറ്റ് ആയിട്ട് കൂടുതൽ സമയത്തിലാണ് നമ്മൾ ഈ ബാച്ചിലെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പം ആര് ജോയിൻ ചെയ്യണം, ആര് ജോയിൻ ചെയ്യേണ്ട എന്നുള്ള കാര്യത്തിന് ഒരു ഉത്തരമായി എന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെയോ മൂന്നാമത്തെയോ കാറ്റഗറിയിൽ നിങ്ങൾ വീഴുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിനിടയിൽ വീഴുകയാണെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ ബാച്ച് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ആ ചോദ്യത്തിന് ആൻസറായി. അടുത്ത ചോദ്യം, സാർ ഞാൻ ബാച്ചിൽ ജോയിൻ ചെയ്താൽ എനിക്ക് എന്തൊക്കെ ലഭിക്കും? ഞാൻ +1 +2 ബാച്ചിൽ ഏതെങ്കിലും ഒരു ബാച്ചിൽ ജോയിൻ ചെയ്താൽ എനിക്ക് എന്തൊക്കെയാണ് കിട്ടാൻ പോകുന്നത്? വളരെ സിമ്പിളായിട്ട് ഫസ്റ്റ് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി എല്ലാ ചാപ്റ്റേഴ്സും ലൈവ് ക്ലാസ്സസ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഓക്കെ, എല്ലാം ലൈവ് ആയിട്ടായിരിക്കും ഉണ്ടാവാം. ഓൾറെഡി കഴിഞ്ഞ ചാപ്റ്റേഴ്സ് ഇനി ലൈവായിട്ട് കിട്ടില്ല, അത് റെക്കോർഡഡ് വേർഷൻ ആയിരിക്കും കിട്ടുക. ഇനി അങ്ങോട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് ലൈവ് ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും ഉണ്ടാവുക. എല്ലാ ദിവസവും ക്ലാസ്സും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ലൈവായിട്ട് നമുക്ക് ഇൻട്രാക്റ്റീവ് ആയിട്ട് നമുക്ക് പഠിക്കാം. നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഓൺ ആക്കി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി വളരെ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും. ഫുൾ എനർജിയിലായിരിക്കും നമ്മൾ ഓരോ ക്ലാസ്സും എടുക്കുക. ഇനി ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടാവും, സാർ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി പറഞ്ഞു, കമ്പ്യൂട്ടർ സയൻസിൻ്റെ കാര്യമോ? കമ്പ്യൂട്ടർ സയൻസ് ക്ലാസ് തീർച്ചയായിട്ടും ഉണ്ടാവും, പക്ഷേ അത് ലൈവ് ആയിട്ടായിരിക്കില്ല, റെക്കോർഡർ ആയിരിക്കും. കമ്പ്യൂട്ടർ സയൻസ് മാത്രമല്ല, ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം ക്ലാസ്സും കൂടി എക്സാമിനർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് +1 +2, അതും റെക്കോർഡഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ കാര്യം ക്ലിയർ ആണല്ലോ, ഏതൊക്കെ ലൈവ് ഏതൊക്കെ റെക്കോർഡർ, പക്ഷേ എല്ലാം അവസാനം ഉണ്ടാവും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഈ ക്ലാസ്സസ് നിങ്ങൾക്ക് കിട്ടും. ഓരോ ക്ലാസ്സിൻ്റെയും നോട്ട്സും നിങ്ങൾക്ക് ആപ്പിൽ കിട്ടും. ഓക്കെ, നമ്മൾ ഈ ബോർഡിൽ എഴുതുന്ന നോട്ട്സ് കംപ്ലീറ്റ് നിങ്ങൾക്ക് ആപ്പിൽ കിട്ടും. കഴിഞ്ഞ വർഷത്തെ +1 ടോപ്പർ 520 കിട്ടിയ അഭിജിത്തിൻ്റെ ഇൻ്റർവ്യൂ കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കാം, അദ്ദേഹം എക്സാമിനറിൻ്റെ ക്ലാസ് നോട്ട്സ് മാത്രം വെച്ചിട്ടാണ് പഠിച്ച് ഫുൾ മാർക്ക് വാങ്ങിച്ചത്. അപ്പോൾ ആ ക്ലാസ് നോട്ട്സിൻ്റെ പവർ നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ആ ക്ലാസ് നോട്ട്സും നിങ്ങൾക്ക് കിട്ടും. ഇത് കൂടാതെ നിങ്ങൾക്ക് എല്ലാ മൺഡേയ്സും ഒരു മീറ്റിംഗ് ഉണ്ടാവും. എന്തിനാണ് സാറേ മീറ്റിംഗ്? പലരും ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് ആദ്യമൊക്കെ നന്നായി പഠിച്ചു കൊടുക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ഡയറക്ഷൻ കിട്ടില്ല. എന്തൊക്കെ ചെയ്യണം, എത്ര മണിക്കൂർ പഠിക്കണം, അല്ലെങ്കിൽ പഠിച്ചിട്ട് ശരിയാവുന്നില്ല, അപ്പോൾ കുറേ പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ ക്ലാസ്സിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എല്ലാ മൺഡേയും നിങ്ങൾ ആ വീക്ക് തുടങ്ങുന്നതിന് മുൻപ് തന്നെ നമുക്കൊരു മീറ്റിംഗ് ഉണ്ടാവും. ഒരു ബാച്ച് മീറ്റിംഗ് ആയിരിക്കും. അപ്പോൾ അലൻ സാറും ഞാനും ഉണ്ടാവും, പിന്നെ നിങ്ങളുടെ ബാച്ച് കോർഡിനേറ്റേഴ്സൊക്കെ ഉണ്ടാവും. ആ മീറ്റിങ്ങിൽ പറഞ്ഞുതരും നിങ്ങൾ ആ ആഴ്ച എന്താണ് ചെയ്യേണ്ടതും എന്നും, അതുപോലെ തന്നെ
ഒരു എക്സ്ട്രാ ഒരു മോട്ടിവേഷന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും, ഒരു ഡയറക്ഷൻ കിട്ടും എന്താ ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾ ലൈവ് ക്ലാസ്സിലൊക്കെ ഇരുന്ന് അതുപോലെ നോട്ട്സൊക്കെ നന്നായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് സൂപ്പറായിട്ട് പഠിച്ച് പോകാൻ പറ്റും. ഓക്കെ, കാര്യം ക്ലിയർ ആണല്ലോ? ശരി. ഇനി ഇതൊക്കെ കൂടാതെ അവസാനം നിങ്ങൾക്ക് ഇയർ എൻഡ് ആവുമ്പോൾ നമ്മളൊരു പവർഫുൾ ആയിട്ടുള്ള റിവിഷൻ ബാച്ച് ഉണ്ടാവും. ആ റിവിഷൻ ബാച്ചിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അഡ്മിഷൻ കിട്ടും. അതായത് നിങ്ങൾ നമ്മുടെ +1 +2 ബാച്ചിൽ ജോയിൻ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എന്ത് കിട്ടും? ആ റിവിഷൻ ബാച്ചിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അഡ്മിഷൻ കിട്ടും. ആ റിവിഷൻ ബാച്ചിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് ചാപ്റ്റർ മുതൽ അവസാനത്തെ ചാപ്റ്റർ വരെ കുറച്ചുകൂടി എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് വീണ്ടും നമ്മൾ റിവൈസ് ചെയ്യും, നമ്മൾ ക്ലാസ്സസ് തരും. അതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഒരു സംശയമില്ല മക്കളെ, നിങ്ങളുടെ ടാർഗറ്റ് സ്കോർ ഏതാണോ അതിലേക്ക് എത്തിച്ചേരാൻ ഒരു സംശയമില്ല, നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരിക്കും മെയിൻ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുക. ഇത് കൂടാതെ കുറേ കാര്യങ്ങൾ എക്സ്ട്രാ കിട്ടും, അതിനെപ്പറ്റി ഞാൻ സംസാരിക്കുന്നില്ല. മേജറായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് കിട്ടാവുന്ന ഇത്രയും കാര്യങ്ങളായിരിക്കും. ഓക്കെ, അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ലാസ്റ്റ് ചോദ്യം, അതാണ് ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ചോദ്യം, വൈ എക്സാമിനർ? ഓക്കെ, ഇതൊക്കെ കിട്ടും, നല്ല കാര്യം. പക്ഷേ എന്തുകൊണ്ട് എക്സാമിനറിൽ തന്നെ ജോയിൻ ചെയ്യണം? രണ്ട് ഉത്തരം തരാൻ വീണ്ടും. ഒരു ഉത്തരം, എക്സാമിനറുടെ ക്ലാസ് ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ട്. അലക്സ് സാറിന് ഫിസിക്സ് എങ്ങനെയാണെന്നും അലൻ സാറിന് മാത്സ് എങ്ങനെയാണെന്നും അർച്ചനാംസിൻ്റെ ബയോളജി എങ്ങനെയാണെന്നും അതുപോലെ എല്ലാ സബ്ജക്റ്റിൻ്റെ ക്ലാസ് ഓൾറെഡി നിങ്ങൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. അതേ പവറിലായിരിക്കും, അതേ എഫക്റ്റീവ്നെസ്സിലായിരിക്കും നിങ്ങൾക്ക് ബാച്ചിൽ കിട്ടാൻ പോകുന്നത്. ഒരുപക്ഷെ കുറച്ചും കൂടി എഫക്റ്റീവ്നെസ്സിൽ നിങ്ങൾക്ക് ക്ലാസ് കിട്ടും. രണ്ടാമത് കാര്യം, ഇതൊക്കെ പഠിച്ചിട്ട് ഇത്രയും അടിപൊളി ക്ലാസ് കിട്ടിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? വളരെ സിമ്പിളായിട്ട് വീണ്ടും ഞാനൊരു സിമ്പിളായിട്ട് ഉത്തരം തരാം. കഴിഞ്ഞ വർഷത്തെ എക്സാമിനറിൻ്റെ +1 റിസൾട്ട് എടുത്തു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എക്സാമിനറിൽ നിന്ന് അഭിജിത്ത് പഠിച്ച ഫുൾ മാർക്കാണ് വാങ്ങിച്ചത്. ഓൾദോ കഴിഞ്ഞ വർഷം ഒരു ഡിഫിക്കൽട്ട് ഇയർ ആയിരുന്നു, എക്സാമിന് മാർക്ക് കുറേ പേർക്ക് ഉദ്ദേശിച്ച രീതിയിൽ കിട്ടിയില്ല, ഇവാലുവേഷൻ കുറച്ചും കൂടി സ്ട്രോങ് ആയിരുന്നു, കുറച്ചും കൂടി ഹാർഷ് ആയിരുന്നു, എങ്കിലും നമുക്ക് അഭിജിത്ത് ഫുൾ മാർക്ക് വാങ്ങിച്ചെടുത്ത് എക്സാമിനർ വലിയൊരു പ്രൗഡ് മൂവ്മെന്റ് ഉണ്ടാക്കി. അത് മാത്രമല്ല, ഭീകര വീണ്ടും റിസൾട്ട്സ് ഉണ്ട്. 99% എബോവ് കിട്ടിയ സ്റ്റുഡൻസിന്റെ ലിസ്റ്റാണ് നിങ്ങൾ കാണുന്നത്. അഭിജിത്ത് മാത്രമല്ല, ജെനിഫറും ഫാത്തിമയും നിഹാലും പലരും കൊടുത്തിട്ടുണ്ട്. പലരും പേരൊക്കെ നിങ്ങൾക്ക് സ്വന്തം വായിച്ച് മനസ്സിലാക്കാം. അതുകൂടാതെ 98% എബോവ് മാർക്ക് സ്കോർ ചെയ്തവരാണ് ഇവർ. ഇത് കൂടാതെ 300-ൽ പരം ഫുൾ A+കളാണ് കഴിഞ്ഞ വർഷം നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചത്. അപ്പോൾ ഇങ്ങനത്തെ പല അടിപൊളി സ്റ്റാറ്റിസ്റ്റിക്സും കാണിച്ച് നിങ്ങളെ പേടിപ്പിക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ മനസ്സിലാക്കേണ്ടതേ ഉള്ളൂ, അടിപൊളി ക്ലാസ്സും ഭയങ്കര സ്റ്റൈലും മാത്രമല്ല, അവസാനം പരീക്ഷയിൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ്സസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പം ഇനി നെക്സ്റ്റ് ഇയർ ഇതിലും ഭീകര റിസൾട്ട് ആയിരിക്കും +1-ലും +2-ലും എക്സാമിനർ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. വീണ്ടും ചരിത്രം സൃഷ്ടിക്കുക എന്നാണ് എക്സാമിനറിൻ്റെ ഒരു ശീലം. അപ്പോൾ ആ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാണ് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാമിനറിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യാൻ വളരെ സിമ്പിളാണ്. താഴെ ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ വാട്സപ്പ് നമ്പറിലേക്ക് ജസ്റ്റ് വാട്സപ്പ് ചെയ്യുക. +1 ആണ് +1 വാട്സപ്പ് ചെയ്യുക, +2 ആണ് +2 വാട്സപ്പ് ചെയ്യുക. കൂടുതൽ ഡൗട്ടുകളും സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അവരോട് സംസാരിക്കുക. വളരെ ഫ്രണ്ട്ലി ആയൊരു ടീമാണ് നിങ്ങളെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അവരോട് സംസാരിച്ച് നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാം. എന്നിട്ട് നമുക്ക് ക്ലാസ്സസിൽ കാണാം. അപ്പോൾ എല്ലാവരും ഫുൾ എനർജിയിലാണ്, ഫുൾ പവേർഡ് അപ്പ് ആണെന്ന് വിചാരിക്കുന്നു. ബാച്ചിൽ ജോയിൻ ചെയ്യാൻ എന്നാണ് നിങ്ങൾ തീരുമാനമെങ്കിൽ നെക്സ്റ്റ് മൺഡേത്തെ മീറ്റിങ്ങിൽ നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. ഒരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ടും ഒരു ഡയറക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടും നമ്മുടെ +1 +2-ലെ നിങ്ങളുടെ ഗോൾസ് അച്ചീവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ജേർണി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബൈ, ടേക്ക് കെയർ ആൻഡ് കീപ് സ്റ്റഡിങ്.